ഞങ്ങളുടെ യാത്ര കിൽമോർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഐറിഷ് അഗ്രികൾച്ചർ ഫെസ്റ്റിലേക്കാണ്. കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞു ഭയങ്കര പരിപാടിയാണെന്ന്. ഇവിടുത്തെ ഐറിഷുകാരെല്ലാം അവിടെ വരുന്ന പരിപാടിയാണ്, പിള്ളേർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഏകദേശം 60-65 കിലോമീറ്റർ ദൂരെയുള്ള ഞങ്ങളുടെ തന്നെ കൗണ്ടിയിലുള്ള വെക്സ്ഫോർഡ് കൗണ്ടിയിലുള്ള അടുത്തേക്ക് യാത്രയായി. പതിവ് പോലെ കാറിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചു അവൾക്ക് പിന്നെ കാറിൽ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങണം, എങ്കിലേ അവിടെ ചെന്നുള്ള ആക്ടിവിറ്റി എല്ലാം പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് പുള്ളിക്കാരുടെ വെപ്പ്. നല്ല നൈസ് യാത്രയാണ്, പ്രത്യേകിച്ചൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ ഏകദേശം ഒരു കടൽ തീർന്ന് അതിനുശേഷം കിൽമോർ കേ എന്ന് പറയുന്ന സ്ഥലമാണെന്നറിയാം. അതൊരു അവിടെ നിന്നാണ് സാൾട്ടി ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിലേക്കുള്ള യാത്രയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പം ആ ഒരു തീരദേശത്തിനോട് അടുപ്പിച്ച് വരുന്നൊരു ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് യാത്ര നല്ല രസമായിരുന്നു. ഈ പോകുന്ന വഴിയിൽ നമ്മുടെ അടുത്ത് തന്നെ നമ്മൾ എത്താറാകുമ്പോൾ തന്നെ കാണുന്ന ഈ കാറ്റാടി യന്ത്രങ്ങൾ, അവിടുത്തെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കുറേ കമ്പനികളുണ്ട്. അവർക്ക് മിക്കവാറും തന്നെ അയർലൻഡിലെ മിക്കയിടത്തും തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംരംഭമാണിത്, കാറ്റാടി യന്ത്രങ്ങൾ. അതൊരു നല്ല രസമായിരുന്നു. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനെ അതുമായിട്ടൊരു തൊട്ടടുത്തുകൂടി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഏകദേശം 65 കിലോമീറ്റർ കഴിഞ്ഞ് ഞങ്ങൾ ആ പ്രദേശത്തെത്തി. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുതിരയോട്ട മത്സരങ്ങളായിരുന്നു. വിവിധ രീതിയിലുള്ള വിവിധ പ്രായത്തിലുള്ളവരുടെ മത്സരങ്ങൾ പല സ്ഥലത്തായിട്ടും വളരെ വലിയ ഏക്കർ കണക്കിന് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഏകദേശം ഒരു 15,000-20,000 ആൾക്കാർ അന്നത്തെ ഒരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്തതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുതിര മത്സരം അത് ഇത്രയും അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾക്ക് ഏറ്റവും അധികം ഒരു സർപ്രൈസായിട്ട് തോന്നിയതും ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയതും ഈ ഒരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള കുതിരകൾ, ഈ ഐറിഷ് ജനതയുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മൃഗമാണ് ഈ കുതിര എന്ന് പറയുന്നത്. ഒരു കുഞ്ഞുങ്ങളായിരിക്കുന്ന പ്രായം തൊട്ടേ കുതിര സവാരി, കുതിരകളുടെ മത്സരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇവിടെ ഒരു നിത്യ കാഴ്ചയാണ്. ഈ കുതിരകൾക്ക് വേണ്ടിയുള്ള വണ്ടിയുണ്ട്. അപ്പം നമ്മുടെ കാറിൻ്റെ പുറയിൽ അത് അറ്റാച്ച് ചെയ്തത് കൊണ്ടൊക്കെ പോകുന്ന നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എപ്പോഴും കാണാറുണ്ട്. ഞാൻ നേരത്തെയും നമ്മുടെ വീടിൻ്റെ ഹൗസ് ഓണറുടെ വീട്ടിലുള്ള കുതിരയെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുതിര അതുകൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു എനിക്ക് തോന്നുന്നു 6, 7, 8 വയസ്സുള്ള കുട്ടികൾ തൊട്ട് മുതിർന്നവരുടെ വരെയുള്ള വിവിധ തലത്തിലുള്ള മത്സരങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കിതിൽ നിയമങ്ങളും വശങ്ങളും ഒന്നും അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ അറിയില്ല. ഇത് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോയിൻറ്റ്സ് ആകെ അറിയാം. ഇത് തട്ടിക്കഴിഞ്ഞാൽ ബാറ് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് പോയിൻ്റ് വല്ലതും കുറയും എന്നുള്ള കാര്യമൊന്നും പണ്ട് നമ്മൾ ടി വിയിൽ കണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ അറിയാം. എന്തായാലും വിവിധ അഴകാർന്ന കുതിരകൾ, നല്ല രസമുള്ള കുതിരകൾ, പല കളറിലുള്ള അതിൻ്റെ വാലുകളിലും അതിൻ്റെ ഈ മുഖത്തുമൊക്കെയാണ് അതിൻ്റെ പ്രത്യേക ഭംഗിയിരിക്കുന്നത്. അങ്ങനെയുള്ള കുതിരകളുടെ ഒരു മത്സരം കാണാൻ പറ്റി. പ്രത്യേകിച്ച് അവർ ആ കുതിരകളെ നിയന്ത്രിക്കുന്നതും ബാറുകളുടെ മണ്ടയിൽ കൂടെ ചാടുന്നതും ഒക്കെ വളരെ നല്ലൊരു അനുഭവമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേ സമയത്ത് അത് വാച്ച് ചെയ്തിരുന്നു. കുട്ടികളുടെ മത്സരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ മുതിർന്നവരുടെ മത്സരം ഉണ്ടായിരുന്നു. അതും അടുത്ത് തന്നെ ഇന്ന് കാണാൻ സാധിച്ചു. ഇത് കുറച്ചുകൂടെ വലിയ കണ്ടു കഴിഞ്ഞാൽ ഒരു യോദ്ധാക്കളെ പോലെ തോന്നുന്ന രീതിയിലുള്ള കുതിരകളാണ്. കുറച്ചും കൂടെ സ്പീഡും മെയ് വഴക്കവും ഒക്കെ ആ കുതിരകളിൽ തന്നെ പല വ്യത്യാസമുള്ളതൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. എന്താണെങ്കിലും ഈ മുതിർന്നവരുടെ മത്സരവും കാണുന്നതിന് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് അവൻ്റെ കുതിച്ചു ചാട്ടം. കുതിച്ച് ചാടിയതിന് ശേഷം അവനെ വീണ്ടും നിയന്ത്രണത്തിലാക്കി അവർക്ക് ഒരു ടൈമർ ഉണ്ടായിരുന്നു. ആ ടൈമർ വെച്ച് ഇത്രയധികം റൗണ്ടുകളോ അങ്ങനെ എന്തൊക്കെയാണ്, ഇതിൻ്റെ നിയമം അറിയാത്തത് മാത്രമാണ് എനിക്കൊരു പാളിച്ചയായിട്ട് തോന്നിയത്. ഇനിയും അടുത്ത് പഠിക്കാനുള്ളത് ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുമാണ്. കൂടെ വർക്ക് ചെയ്യുന്ന കുറേ പേർക്ക് ഇത് കുതിരകളുണ്ട്, അവരോടൊക്കെ ചോദിച്ച് ഇത് പക്ഷേ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കാതെ ഇതിൻ്റെ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണുവാനായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു.
പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക സെക്ഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പാട്ട്, ഡാൻസ്, മാജിക് ഷോ, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രദർശനങ്ങളുണ്ട്. അവിടെയൊക്കെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പിള്ളേർ പോയി കുറേയധികം എൻജോയ് ചെയ്തു. വിവിധ അവരുടെ കാർട്ടൂൺ രൂപങ്ങളൊക്കെ വന്ന് അവരോടൊപ്പം ഫോട്ടോയൊക്കെ എടുത്ത് കൈയൊക്കെ കൊടുത്ത് അതിനോടൊപ്പം ഡാൻസൊക്കെ ചെയ്ത്. ഈ അന്നത്തെ ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, 20-22 ഡിഗ്രിയൊക്കെ ആയിരുന്നു. ഇവിടുത്തുകാർക്കത് ഭയങ്കര ചൂടായിരുന്നു. നമുക്കും അത്യാവശ്യം വെയിൽ നല്ല രീതിയിൽ അടിക്കുമ്പോഴത്തേക്കും നല്ല ചൂടായിട്ട് തോന്നും. പക്ഷേ നാട്ടിൽ നമ്മളിപ്പോൾ ഡൽഹിയിലെ അപേക്ഷിച്ച് 50 ഡിഗ്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടെ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ അഗ്രികൾച്ചർ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെയും ചെടികളുടെയും അതുപോലെ തന്നെ മറ്റൊരു സ്ഥാനത്ത് അവരുടെ നമ്മുടെ വീട്ടിലുള്ള കോഴി, അങ്ങനെയുള്ള മറ്റ് പക്ഷി മൃഗാദികൾ, അതിൻ്റെയൊക്കെ മത്സരങ്ങൾ മറ്റു ഭാഗത്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിവിധ ക്ലാസ്സുകളിലേക്കൊക്കെയാണ് ഇതിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത്. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആർക്ക് പ്രൈസ് കിട്ടി എന്നൊക്കെയുള്ളത്. രാവിലെ 8:30 മറ്റോ സ്റ്റാർട്ട് ചെയ്താണ്. ഞങ്ങളെത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ അപ്പോഴത്തേക്കും മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് പ്രദർശനങ്ങളായിരുന്നു. അപ്പോൾ അവിടെ പ്രൈസ് കിട്ടിയവരുടെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല അനുഭവമായിരുന്നു. ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത് കണ്ടത്. ഈ അയർലൻഡിൽ വന്നിടയ്ക്ക് ഒരു പ്രോഗ്രാമിൽ ഇത്രയധികം ആളുകളെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞതൊരു 15,000-20,000 ആളുകൾ വന്ന് കൂടുന്ന ഒരു വലിയ ഒരു ഇവൻ്റാണ് ഈ അഗ്രികൾച്ചർ ഫെസ്റ്റ് എന്ന് പറയുന്നത്. കൂടെ വർക്ക് ചെയ്യുന്നവർ അത്രയധികം പറഞ്ഞപ്പോഴും നമുക്ക് ഇത്രയും ആളുകൾ വന്ന് കൂടുന്നതാണെന്ന് ഉള്ളത് അറിയില്ലായിരുന്നു. വിവിധ തരത്തിലുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് മേടിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പിന്നെ വിവിധ സ്റ്റാളുകൾ, കുറഞ്ഞതൊരു 200-250 സ്റ്റാളുകൾ, വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ, ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവർ, അതിനകത്ത് തന്നെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അയർലൻഡുകാർ മാത്രമല്ല, ഇവിടെ ബിസിനസ് ചെയ്യുന്ന മിക്കവരും തന്നെ അവരുടെയൊക്കെ സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു A to Z കാര്യങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. വിലയും താരതമ്യേന മറ്റ് നമുക്ക് സ്ഥലങ്ങളിൽ കിട്ടുന്നത് പോലൊക്കെ തന്നെയുള്ള വിലകൾ, അല്ലെങ്കിൽ വില കൂടുതലോ അങ്ങനെയൊന്നും തോന്നിയില്ല. എന്നാൽ അധികം വിലക്കുറവോ അങ്ങനെയൊന്നും തോന്നിയില്ല. എന്തായാലും ഈ ആളുകളെ, ബിസിനസ്സുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖലയിലുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയാണ് അയർലൻഡ് ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഐറിഷ് അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ അയർലൻഡിൽ മുഴുവനായിട്ട് ഏകദേശം 2-3 സ്ഥലങ്ങളിലാണ് ഈ ഒരു പ്രദർശനം നടക്കുന്നത്. ഗവൺമെൻറ്റാണത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് വെക്സ്ഫോർഡ് കൗണ്ടി കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു മേള ഇവിടെ നടക്കുന്നത്. നമുക്ക് രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും. നമ്മൾ നോക്കിയപ്പോൾ അവിടെയും നമുക്കൊരു മലയാളി സാന്നിധ്യം കാണുവാൻ സാധിക്കും. ന്യൂ റോസിലുള്ള നമ്മുടെ ഹോളി ഗ്രേയിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ശൃംഖല, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളായ മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഒരു സഹോദരങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഹോട്ടൽ ശൃംഖലയാണ് ദ ഹോളി ഗ്രേയിൽ. ന്യൂ റോസിലുള്ള ഷിജോ ചേട്ടൻ്റെ ഹോളി ഗ്രേയിലായിരുന്നു അവിടെയും നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും അവിടുന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നമ്മുടെ സമൂസ കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, അന്നത്തെ എന്താണ് ഇഷ്ടമെന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സമൂസ എന്നായിരുന്നു. എന്തായാലും അവിടെയും നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഹോളി ഗ്രേയിൽ. അവിടെ അവരുടെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും അതുപോലെ മറ്റ് ഐറിഷ് ഫുഡുകളും ഒക്കെ എല്ലാത്തരം ഫുഡുകളും അവിടെ ഉണ്ടായിരുന്നു. തുണിത്തരങ്ങൾ, പിന്നീട് കുട്ടികളുടെ ഈ റൈഡുകളും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. അഗ്രികൾച്ചർ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറുമായിട്ട് അവരുടെ ബന്ധപ്പെട്ട എല്ലാവിധ യന്ത്രസാമഗ്രികളും അതിൻ്റെ വിൽപ്പനകൾ, പ്രദർശനങ്ങൾ
അതുപോലെ നമുക്കിപ്പോൾ മേടിക്കാനാണെങ്കിൽ അവിടെ ഓർഡർ കൊടുക്കുന്ന ടൈപ്പിലുള്ള എല്ലാ കമ്പനികളും അവിടെ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അധികം പരിചയമില്ലാത്ത എൻജിനുകളും കാര്യങ്ങളും യന്ത്രസാമഗ്രികളും ഒക്കെ കാണാൻ സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരവരുടെ വീട്ടുകളിലുള്ള കോഴി, താറാവ് അങ്ങനെയുള്ള ജീവികളും ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു സൗന്ദര്യവും അവരുടെ ഒരു ഇതൊക്കെയാണെന്ന് തോന്നുന്നു അവിടുത്തെ മത്സരത്തിൻ്റെ മത്സരിക്കുന്ന ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണെങ്കിലും നല്ല രസമുള്ള വിവിധ തരത്തിലുള്ള കോഴികൾ, താറാവുകൾ, പിന്നെ അവരുടെ മുട്ടകൾ, ഇതിൻ്റെയൊക്കെ മത്സരങ്ങളവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതും ഒരു നവ്യാനുഭവമായിരുന്നു ഇവിടെ വന്നതിന് ശേഷമുള്ള. പിന്നെ കുട്ടികൾക്കുള്ള റൈഡുകളുടെ ഒരു പ്രത്യേകത, ഒരു പക്ഷേ ഞാനിപ്പോൾ നാട്ടിൽ നമ്മുടെ ഓച്ചിറ വൃശ്ചികോത്സവത്തിന് കാണുന്ന അത്രയും റൈഡുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 3-4 റൈഡുകൾ, പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇവർ കുറച്ചും കൂടെ സെക്യൂരിറ്റി, സുരക്ഷയ്ക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ റൈഡുകളുടെ എണ്ണം കുറവായിട്ടാണ് തോന്നിയത്. എങ്കിലും കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഏകദേശം 5-6 മണിക്കൂർ ഞങ്ങൾ ചിലവിട്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് യാത്രയായി. വീണ്ടും അടുത്ത ഐറിഷ് അഗ്രികൾച്ചർ ഫെസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാം, വീണ്ടും വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവിടുന്ന് തിരികെ പോന്നു. പിന്നീട് കിൽമോർക്കയിലുള്ള ആ ഒരു കടൽ തീരവും കാര്യങ്ങളുമൊക്കെ അത്രയും അടുത്ത് പോയതുകൊണ്ടൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പോയി കണ്ടു. എന്തായാലും കുട്ടികൾക്ക് അവധിക്കാലമായതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണുവാനും കുറേയധികം എൻജോയ് ചെയ്യാനും സാധിച്ചു.